അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ വെച്ച് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരോട് സൗഹൃദം പങ്കിടാൻ പാക് പ്രതിനിധികളുടെ ശ്രമം. എന്നാൽ പാക് പ്രതിനിധികൾക്ക് ഹസ്തദാനം നൽകാൻ പോലും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. നമസ്തേ പറഞ്ഞ് പാക് പ്രതിനിധികളെ ഒഴിവാക്കുകയായിരുന്നു ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ. ഇക്കാര്യം ദേശീയ മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കുൽഭൂഷൺ ജാദവ് കേസിന്റെ വിചാരണ നടപടികൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇത്തരത്തിലൊരു സംഭവം. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി ദീപക് മിത്തലാണ് പാകിസ്ഥാൻ AG അൻവർ മസൂദ് ഖാന്റെ ഹസ്തദാനം നിരസിച്ചത്. വിചാരണ നടപടികൾ തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് ദീപക് മിത്തലിന്റെ അടുത്തേക്ക് അൻവർ മസൂദ് ഖാൻ കൈനീട്ടിയത്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ പാക് പ്രതിനിധികളോട് ഇത്തരത്തിൽ പെരുമാറുന്നത് ഇത് ആദ്യമായല്ല. മെയ് 2017 പാക് പ്രതിനിധികളെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ അവഗണിച്ചിരുന്നു. ഇതിനിടെ കുൽഭൂഷൺ ജാദവിനെതിരെ പാക് സൈനിക കോടതിയിൽ നടന്ന വിചാരണ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ആവശ്യം ഉന്നയിച്ചു. കേസിൽ 4 ദിവസം നീണ്ട വിചാരണ തുടങ്ങിയതിന് പിന്നാലെയാണ് ചാരവൃത്തി ആരോപിച്ച് കുൽഭൂഷൺ ജാദവിന് പാക് സൈനിക കോടതി വധശിക്ഷ വിധിച്ചത്. നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് വിചാരണ നടത്തിയതെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഇന്ത്യക്കെതിരായ പ്രചരണം നടത്താനാണ് വിഷയം പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ കാണാൻ ജാദവിന് പാകിസ്ഥാൻ ഉടൻ അനുമതി നൽകണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കുൽഭൂഷൺ ജാദവിന് വധശിക്ഷ വിധിച്ച പാകിസ്ഥാൻ സൈനിക കോടതിയിലെ ജഡ്ജിമാർക്ക് പ്രാഥമിക നിയമപരിജ്ഞാനം പോലുമില്ല. കുൽഭൂഷൺ ജാദവിന്റെ കാര്യത്തിൽ നടന്നത് ഒട്ടും സുതാര്യമല്ലാത്ത കോടതി നടപടിയായിരുന്നുവെന്നും അന്താരാഷ്ട്ര പെരുമാറ്റച്ചട്ടങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നടന്ന വാദത്തിനിടെ ഇന്ത്യ ആരോപിച്ചു. കുൽഭൂഷൺ ജാദവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതിനെതിരെ ഇന്ത്യ നൽകിയ ഹർജിയിലാണ് വാദം നടന്നത്. ഏതൊരാൾക്കും ശരിയായ വിചാരണ നടപടിക്ക് വിധേയനാവാനുള്ള അവകാശമുണ്ടെന്ന് ഇന്ത്യക്ക് വേണ്ടി ഹാജരായ മുൻ സോളിസിറ്റർ ജനറൽ ഹരീഷ് സാൽവെ ചൂണ്ടിക്കാട്ടി. എന്നാൽ കുൽഭൂഷൺ ജാദവിന് അതൊന്നും ലഭിച്ചില്ല. പാകിസ്ഥാനിലെ സൈനിക കോടതിയിൽ നടക്കുന്നത് ഒട്ടും സുതാര്യമല്ലാത്ത നടപടിക്രമങ്ങളാണ്. ഇത്തരത്തിൽ 161 പേരെ പാകിസ്ഥാൻ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഭരണനിർവഹണത്തിൽ പങ്കാളിത്തമുള്ള സൈനിക ഉദ്യോഗസ്ഥരാണ് പാകിസ്ഥാൻ സൈനിക കോടതികളിലെ ജഡ്ജിമാർ. അധികാര ശ്രേണിയിൽ നിന്ന് വ്യത്യസ്തമായ സ്വതന്ത്ര അസ്തിത്വമുള്ളവരല്ല ഈ ജഡ്ജിമാരെന്നും ഹരീഷ് സാൽവെ വാദിച്ചു. ഇത്തരം ജഡ്ജിമാർക്ക് നിയമപരിശീലനമോ നിയമബിരുദമോ പോലുമില്ല. കുൽഭൂഷൺ ജാദവിന്റെ വിചാരണയിൽ അടിസ്ഥാനപരമായ നടപടിക്രമങ്ങൾ പോലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നും സൈനിക കോടതിയുടെ നടപടിക്രമങ്ങൾ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്നും സാൽവെ ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ തടവിലാക്കിയ ശേഷം കുൽഭൂഷനെ കാണുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥരെ അനുവദിച്ചത് 3 മാസത്തിന് ശേഷമാണ്. പാകിസ്ഥാൻ ആരോപിക്കുന്നത് പോലെ ഒരു വിധത്തിലുള്ള ഉടമ്പടി ലംഘനങ്ങളും ഉണ്ടായിരുന്നില്ല. കുൽഭൂഷനെ അറസ്റ്റ് ചെയ്ത കാര്യം പാകിസ്ഥാൻ ഇന്ത്യയെ അറിയിച്ചിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ ചുമത്തിയ കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല എന്നും ഇന്ത്യ ആരോപിച്ചു.